നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാട്ടർലൂ ആരംഭിച്ചെന്ന് പറയാം നമ്മുടെ CJ പാറ്റകളുടെ സമരത്തോടു കൂടി. ഇയാൾ 2 വർഷത്തോളം നിന്ന കർഷകരെയൊക്കെ 2 വർഷം വെയിലും മഞ്ഞും മഴയെല്ലാം പൊള്ളിച്ച് അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി. കാശ്മീരിലെ യുവാക്കളുടെ നേരെ പെല്ലറ്റ് കണ്ണുകൊണ്ടൊക്കെ വെടിവെച്ച് അവരെ ഒതുക്കി. അങ്ങനെ ഇയാൾക്കെതിരെ ഉള്ളവരെല്ലാം ഇയാൾ പല രീതികളിൽ ഒതുക്കിക്കൊണ്ട് വന്ന ഒരു ഏകാധിപതിയായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി. പക്ഷേ പാറ്റ സമരത്തിൽ അയാൾക്ക് അടിയറവ് പറയേണ്ടി വന്നു. ഈ പാറ്റ സമരം പിന്നെ ഗ്രാജുവലായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ RSSന്റെ മോഹൻ ഭഗവത് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇന്നത്തെ യുവജനങ്ങളെയാണ് നമ്മൾ കയ്യിലെടുക്കേണ്ടത്. ഇപ്പോൾ മോദി എല്ലാ മന്ത്രിമാരോടും പറയുന്ന യുവജനങ്ങളെ കയ്യിലെടുക്കാൻ നിങ്ങൾ പോകുന്നു. ഇത്രയും കാലം അയാൾക്ക് യുവജനങ്ങൾ ഒക്കെ വെറും പാറ്റകളായിരുന്നു. അതായത് ഇവരെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണ ആയിരുന്നു നമ്മുടെ ശ്രീമാൻ ഭരണകർത്താവിന്. ഇനിയിപ്പോൾ നോക്കൂ, ബീഹാറിലെ ഇലക്ഷന് നമ്മുടെ BJP 5 തവണ ജയിച്ച മണ്ഡലത്തിലാണ് ഒരു ബൈ ഇലക്ഷന് ബീഹാറിൽ തോറ്റുപോയത്. അവിടെ ജയിച്ചത് ഈ ഇലക്ഷൻ പ്രവചനം നടത്താൻ ഇലക്ഷൻ്റെ സ്ട്രാറ്റജിയൊക്കെ രൂപം കൊള്ളാൻ BJP പണ്ട് സഹായിച്ച ആളാണ് അവിടെ ജയിച്ചതും. അപ്പോൾ ഇതോടുകൂടി പൂർണ്ണ ബോധ്യമായി യുവാക്കളും യുവജനങ്ങളും മുഴുവൻ BJPക്ക് എതിരാണ്. അപ്പോൾ ഇവരെ വശത്താക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി. ഇന്ന് തന്നെ കണ്ടില്ലേ, നമ്മുടെ രാഹുൽ ഗാന്ധി പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിന് കേസെടുക്കാൻ പരാതി കൊടുത്തിട്ട് 2 മാസമായിട്ട് എടുത്തില്ല. ഒരു പരാതി പോലീസിന് കിട്ടിയാൽ എടുക്കണ്ടേ? അത് എടുക്കാണ്ടിരുന്നതിന് കാരണം തന്നെ അപ്പോൾ ഈ തെളിവാണ് ഇവർ വെടിവെച്ചു എന്നുള്ളത്. ഇവരിന് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ വെടിവെച്ചതുകൊണ്ടാണ് അവർ കേസ് എടുക്കാണ്ടിരുന്നത് ഇത്രയൊക്കെ. അപ്പോൾ ആ കേസെടുക്കാൻ തയ്യാറായി. ആ കേസെടുക്കുന്ന കേസ് എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നേരത്തെ തന്നെ തീരുമാനിക്കാം. പിന്നെ ആ സമരത്തെ പോലീസ് നേരിട്ടതും പോലീസിനെതിരെ വിദ്യാർത്ഥികളും ചെയ്ത കാര്യം അന്വേഷിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ ഒരു സമിതിയെ വെച്ചിരിക്കുക. അതിലൊരു പാറ്റകൾക്ക് ഒരു അബദ്ധം പറ്റി. മുൻ CBI ഡയറക്ടറും കൂടെ അതിനകത്തൊരു മെമ്പറാണ്. ഈ CBI ഡയറക്ടർ ആകുന്നത് തന്നെ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുള്ളുന്നവരെ ആക്കത്തുള്ളൂ. അപ്പം നമ്മുടെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് അതും തദൈവയാകാനേ വഴി. ഇതേ രീതിയിൽ വിദ്യാർത്ഥി യുവജന സമൂഹവും മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദിക്ക് 2029 ദീവാസ്വപ്നമാകും. അതായത് ഇവിടെ പഠിക്കുന്നവർക്ക് യാതൊരു വിലയില്ല. പഠിക്കാത്തൊരു പിൻവാതിലൂടെ ചോദ്യപേപ്പറൊക്കെ നേരത്തെ ലീക്ക് മേടിച്ച് ഈ പാർട്ടിക്കാരുടെ ആൾക്കാരൊക്കെ ജോലി കരസ്ഥമാക്കുന്നു. ചെറുപ്പക്കാർക്ക് അധ്വാനിച്ച് രാവും പോലും ഇരുന്ന് പഠിക്കുന്നവർക്ക് ജോലിയില്ല. അപ്പോൾ യുവജനങ്ങളെ ശരിക്കും ഇനിയെന്ന് ഉണർവ് വരുത്തുകയാണെങ്കിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പറ്റും 2029. അയാൾ ഇനി ഇത്